ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 5-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: പക്ഷി ചിറകിൻ കീഴിലെന്നതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവനെ പരിപാലിക്കുകയും ചെയ്യും. 4 കാര്യങ്ങളാണ് പ്രധാനമായും എടുത്തു പറഞ്ഞത്. ആദ്യമേ പറഞ്ഞത് സംരക്ഷിക്കും, പിന്നെ പറയുന്നത് നിന്നെ രക്ഷിക്കും, രണ്ടാമത് വിമോചിപ്പിക്കും, അഭയം നൽകും, നിന്നെ പരിപാലിക്കും. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ബന്ധനത്തിൽ കടന്ന് നരകയാതന അനുഭവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യനായി രൂപമെടുത്ത് നമ്മളടുത്ത് വസിച്ച ഈശോ എല്ലാ മനുഷ്യരും സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കണമെന്നും സാഹോദര്യത്തിലും ദൈവസ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സൃഷ്ടാവായ ദൈവം മോശയിലൂടെ കൽപ്പനകൾ നൽകിയത്. മനുഷ്യ ജീവിതത്തിൽ അധപതനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അവിടെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ബന്ധനത്തിലായിത്തീരും. അവിടുത്തെ പ്രമാണങ്ങൾ ലംഘിക്കുമ്പോൾ അവൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് അബദ്ധവിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും നമ്മൾ കടന്നു പോകാറുണ്ട്. നമ്മളെ നയിക്കുന്നത് നമ്മളെ സുഹൃത്തുക്കളാകാം, മറ്റുള്ളവരെ അനുഭവങ്ങളാകാം. എന്നാൽ ഇസ്രയേലിന് ദൈവം ഒരു ചട്ടം കൊടുത്തിട്ടുണ്ട്. ആ ചട്ടത്തിൽ നിന്ന് നീ വ്യതിചലിക്കരുത്. വ്യതിചലിച്ചാൽ നീ തിരിച്ചു വരാൻ തയ്യാറാകണം. നിന്നെ എപ്പോഴും സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ ജെറുസലേമിനെ സംരക്ഷിക്കും. നീ കൂടി മനസ്സ് വെക്കണം. ദൈവം എപ്പോഴും നിന്നെ രക്ഷിക്കാൻ തയ്യാറാണ്. നീ സമ്മതിച്ചാൽ മാത്രമാണ് ദൈവം നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് പറഞ്ഞത്, അവൻ നിന്നെ രക്ഷിക്കും. നീ ഏത് പാപത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിലും, നീ ആരുടെയെല്ലാം അടിമയായിരുന്നാലും നിന്നെ അവിടുന്ന് രക്ഷിക്കുകയും നിന്നെ വിമോചിപ്പിക്കുകയും ചെയ്യും. ചില വ്യക്തികളുടെ, ചില പ്രസ്ഥാനങ്ങളുടെ, ചില അടിമത്തത്തിൻ്റെയൊക്കെ ബന്ധനത്തിലായിരിക്കുമ്പോഴും പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുമ്പോഴും അവിടുന്ന് നിന്നെ രക്ഷിക്കും, അവിടുന്ന് നിന്നെ വിമോചിപ്പിക്കും, അവിടുന്ന് നിനക്ക് അഭയം നൽകും. അവിടുന്നാണ് നിനക്ക് അഭയം നൽകുന്നത്. നിന്റെ ജീവനെ പരിപാലിക്കുകയും ചെയ്യും. കുടുംബത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ, മക്കൾക്ക് ജോലി സ്ഥിരത ഇല്ലാതെ വരുമ്പോൾ, പരീക്ഷ വിജയിച്ചിട്ടും ജോലി ലഭിക്കാതെ കഷ്ടപ്പെടുമ്പോൾ, ദൈവമേ, ഞങ്ങളുടെ കുറവുകളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നു, എൻ്റെ കുറവുകളെ ഞാൻ തിരിച്ചറിയുന്നു, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം, അങ്ങിൽ ആശ്രയിക്കാതെ മറ്റു പലതിലും ആശ്രയിച്ചതിന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ മാപ്പപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ എന്നൊരു നിലവിളി ദൈവസന്നിധിയിലെത്തിയാൽ ദൈവം നിന്നെ സംരക്ഷിക്കും. അവൻ നിന്നെ രക്ഷിക്കും, നിന്നെ വിമോചിപ്പിക്കും, അവിടെ നിനക്ക് അഭയം നൽകും, നിന്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യും. എന്നെ ശ്രവിച്ച ഏവരുടെ മേലും ഈ ദൈവവചനത്തിൻ്റെ വ്യാപ്തി ആഴങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ജീവിതാനുഭവങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ തിരിച്ചു വരുവാൻ ദൈവമേലൊരു ആഹ്വാനം നൽകുകയാണ്. പരിശുദ്ധാത്മാവേ, വചനം ശ്രവിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ പ്രകാശം പരത്തണമേ. ഒരു ഉള്ളങ്ങളെ തിരിച്ചറിയുവാൻ, തിരിച്ചു വരുവാൻ
ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ചാരയായിരിക്കുവാൻ, അവിടുത്തെ പരിപാലനയേറ്റ് ജീവിക്കുവാൻ തക്കവിധം എവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.